വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് കേരളത്തിൽ വിഷുപക്ഷികൾ സജീവമാണ്. ഋതുമാറ്റം അറിയിച്ച് മേടകാലത്തിൽ ഉയരുകയാണ് വിഷുപക്ഷിയുടെ മധുരനാദം. ഇന്ത്യൻ കുക്കു വിഭാഗത്തിൽപ്പെട്ടതാണ് വിഷുപക്ഷി. വിഷുക്കാലമായാൽ കണിക്കൊന്നയും കൊയ്തൊഴിഞ്ഞ പാടങ്ങളും എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ട കാഴ്ചകളാണ്. എന്നാൽ വിഷുവിന്റെ വരവറിയിക്കുന്ന വിഷുപക്ഷി ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായിരിക്കില്ല. വിഷുക്കാല പുലരികളിൽ നമ്മൾ കേൾക്കാറുണ്ട് ആ നാദം. കേരളത്തിലെ വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷിയാണ് വിഷുപക്ഷി, അല്ലെങ്കിൽ ഇന്ത്യൻ കുക്കു എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് വിഷു സമയത്താണ് നമ്മൾ വളരെ സാധാരണമായി ഇതിൻ്റെ ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കാരണം ആ സമയത്ത് കൊയ്ത്തുത്സവമാണ്, പുതിയ തുടക്കമാണ്. മലയാളികൾ ഏകദേശം എല്ലാവരും ഇതിനെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഇതിൻ്റെ മധുരമായിട്ടുള്ള ശബ്ദം കണക്കാക്കുന്നത്. വിഷുപക്ഷി, ഉത്തരായണക്കിളി, കതിരുകാണാക്കിളി, അച്ഛൻ കൊമ്പത്ത് തുടങ്ങി പല പേരുകളിലും ഈ കുയിൽ നാട്ടിൻപുറങ്ങളിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ കുക്കു വിഭാഗത്തിൽപ്പെടുന്ന ഇവ ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കാണപ്പെടുന്നു. ചക്കയ്ക്ക് ഉപ്പുണ്ടോ, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു എന്നിങ്ങനെ മധുരനാദങ്ങളുമായി എത്തുന്ന ഇവ വിഷുക്കാലത്താണ് സജീവമാകുന്നത്. നാണം കുണുങ്ങി പക്ഷിയായത് കാരണം കണ്ടുകിട്ടുക എളുപ്പമല്ല. മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുകയും ആ പക്ഷിയെ കൊണ്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. ഇവയൊരു ദേശാടന പക്ഷിയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വിഷു ആചാരങ്ങളിൽ ബന്ധമില്ലെങ്കിലും വിഷുക്കാലത്തിന് വരവറിയിച്ചെത്തുന്ന ഉത്തരായണക്കിളി മലയാളിയുടെ ഗൃഹാതുരമുണർത്തുന്ന ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.